ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രൊപ്പോസിഷണൽ കാൽക്കുലസിന്റെ സെക്കൻഡ് പാർട്ടിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു, പഠിച്ചു, വായിച്ചു, ഒക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആക്കി വരിക കേട്ടോ. നമ്മൾ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് പഠിക്കാണ്ട് ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, വളരെ സിമ്പിൾ പേപ്പറാണ്, നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ ആ പഠനം ഇതിലൊരു കോംപ്രമൈസും. പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് പാർട്ട് 2ലേക്ക് നമ്മൾ കടക്കുവാണ്. നമ്മുടെ ഫസ്റ്റ് കാര്യം കണ്ടന്റ് എന്താണ്? കോൺവേഴ്സ് എന്ന് പറയുന്നതാണ്. നമ്മുടെ അടുത്തൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട്, പി ഇംപ്ലൈസ് ക്യൂ. ഈ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന ഇംപ്ലിക്കേഷന്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ക്യൂ ഇംപ്ലൈസ് പി ആണ്. ഒരു പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ തന്നു, ദാറ്റ് ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ. അയാളുടെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ ഇംപ്ലൈസ് പി. അതിനൊരു എക്സാമ്പിൾ പറയാം. പി എന്ന് പറയുന്നത് ആതിര വിസിറ്റ്സ് ഡൽഹി ആയിക്കോട്ടെ. ക്യൂ എന്ന് പറയുന്നത് അർജുൻ വിസിറ്റ്സ് മുംബൈ. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ ഇഫ് ആതിര വിസിറ്റ്സ് ഡൽഹി ദെൻ ആരെങ്കിലും ഞാൻ പറഞ്ഞ ആളെ പേരൊക്കെ മറന്നുപോയി. എന്തായാലും രണ്ടാമത്തെ അർജുൻ നയിച്ചു, അർജുൻ വിസിറ്റ്സ് മുംബൈ. ഇതിന്റെ നേരെ തിരിക്കണം. ഇതിന്റെ നേരെ തിരിച്ചിടണം എന്ന് പറയുമ്പോൾ ഇഫ് അർജുൻ വിസിറ്റ്സ് മുംബൈ ദെൻ ആതിര വിസിറ്റ്സ് ഡൽഹി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയും, കോൺവേഴ്സ് പറയും. നേരത്തെ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി ആണ്. ആദ്യം ഇഫ് കൊടുത്തിട്ട് നമ്മൾ പി എഴുതും അല്ലെ. പി ഇംപ്ലൈസ് ക്യൂ ഇഫ് കൊടുത്തിട്ട് പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ എഴുതും, പിന്നെ ദെൻ കൊടുത്തിട്ട് ക്യൂ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ എഴുതും. എന്നാൽ ക്യൂ ഇംപ്ലൈസ് പിയിൽ നമ്മൾ ഇഫ് കഴിഞ്ഞിട്ട് ക്യൂ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ ആണ് എഴുതുക, അതിനുശേഷം ദെൻ എഴുതും, അതിനുശേഷമാണ് പി എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ നമ്മൾ എഴുതുന്നത്. അപ്പൊ ക്ലിയർ ആണ്? സെറ്റാണ് എല്ലാവർക്കും? ഈ കേസിൽ നമ്മൾ പറയും ക്യൂ ഇംപ്ലൈസ് പിന്നെ നമ്മൾ എന്തെന്ന് പറയും, പി ഈസ് നെസസറി ഫോർ ക്യൂ, അല്ലെങ്കിൽ പി ഇഫ് ക്യൂ. ക്യൂ ഉണ്ടെങ്കിൽ പി ഉണ്ട്. ക്ലിയർ ആണ് കോൺവേഴ്സ്. ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണേ. ഓക്കെ, ഇനി എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ബൈ കണ്ടീഷണൽ. ബൈ കണ്ടീഷണൽ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു ഇംപ്ലിക്കേഷൻ പി ഇംപ്ലൈസ് ക്യൂ. പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട്. അതുപോലെ നമ്മൾ എന്ത് പഠിച്ചു? ക്യൂ ഇംപ്ലൈസ് പിയും പഠിച്ചു. ക്യൂ ഉണ്ടെങ്കിൽ ആരും ഉണ്ട്, പി ഉണ്ട്. ഇത് രണ്ടും അറ്റ് എ ടൈം വരുന്നു. പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട്, ക്യൂ ഉണ്ടെങ്കിൽ പി ഉണ്ട്. ഇത് രണ്ടും അറ്റ് എ ടൈം വരികയാണെങ്കിൽ അതാണ് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ ഡിസ്ജങ്ഷൻ ക്യൂ ഇംപ്ലൈസ് പി, അല്ലെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി എന്ന് നമുക്ക് പറയും. സോ ഇയാളെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ബൈ കണ്ടീഷണൽ. പിയിൽ നിന്ന് ക്യൂയിലേക്കുണ്ട്, ക്യൂയിൽ നിന്ന് പിയിലേക്കുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ കണ്ടീഷണൽ ആണ്. അത് നൊട്ടേറ്റ് ചെയ്യുക എങ്ങനെയാ? പി ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ആരോ മാർക്ക് രണ്ട് സൈഡിലും കാണിച്ചു കൊടുക്കും. ആരോ രണ്ട് സൈഡിലും കാണിച്ചിട്ട് ക്യൂ ചെയ്തു. സോ ഇതിനെ നമ്മൾ വായിക്കാം പി ഇഫ് ആൻഡ് ഓൺലി ക്യൂ ആണ്. അപ്പൊ ഇംപ്ലിക്കേഷന്റെ കേസിൽ ഒരു സൈഡിലേക്ക് മാത്രമേ ആരോ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഈ ബൈ കണ്ടീഷണലിന്റെ കേസിൽ രണ്ട് സൈഡിലേക്കും ആരോ ഉണ്ട്. ഇത് റീഡ് ചെയ്യുക എങ്ങനെയാ? പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞിട്ടാണ്. എക്സാമ്പിളിലേക്ക് പോവാം. സുധ വിൽ ഗെയിൻ വെയിറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഷീ ഈറ്റ്സ് റെഗുലർലി. ഓക്കെ, സുധ വിൽ ഗെയിൻ വെയിറ്റ്. സുധയ്ക്ക് എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഷീ ഈറ്റ്സ് റെഗുലർലി. അപ്പൊ അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ എന്താ മീൻ ചെയ്യുന്നത്? സുധ വിൽ ഗെയിൻ വെയിറ്റ് ഇഫ് ഷീ ഈറ്റ്സ് റെഗുലർലി. ഇതിന്റെ മീനിങ് എന്താ? സുധ ഗെയിൻ ചെയ്യും, വെയിറ്റ് ഗെയിൻ ചെയ്യും. അവള് റെഗുലർ ആയിട്ട് ഈറ്റ് ചെയ്താൽ, ഇതിന്റെ വെയിറ്റ് കൂടും. അതേപോലെ ഒരു മീനിങ് കൂടെ സുധ വിൽ ഈറ്റ് റെഗുലർലി ഇഫ് ഷീ ഗെയിൻസ് വെയിറ്റ്. സുധ റെഗുലർലി എന്ത് ചെയ്യും? റെഗുലർലി അവൾ ഈറ്റ് ചെയ്യും ഇഫ് ഷീ ഗെയിൻസ് വെയിറ്റ്. അവർക്ക് വെയിറ്റ് കിട്ടുവാണെങ്കിൽ അവർ റെഗുലർലി എന്ത് ചെയ്യും? ഈറ്റ് ചെയ്യും. അപ്പൊ രണ്ട് മീനിങ് ആണ്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. മനസ്സിലാക്കിയാൽ മതി. അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്, രണ്ട് സൈഡിലേക്കും ഉണ്ട്. സോ അതാണ് ബൈ കണ്ടീഷണൽ എന്ന് പറയുന്ന ആള്. ഓക്കെ, ബൈ കണ്ടീഷണൽ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ട്രൂത്ത് ടേബിൾ ആണ്. ഇത് എക്സാംസിനും ട്രൂത്ത് ടേബിൾ ആണ് ചോദിച്ച് കാണാറുള്ളത് കേട്ടോ. അതിന്റെ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും അതിന്റെ ട്രൂത്ത് ടേബിൾ ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പിയും ക്യൂ ചെയ്തു. പിയുടെ ട്രൂത്ത് വാല്യൂ ടി ടി എഫ് എഫ്, ക്യൂവിന്റെ ടി എഫ് ടി ടി എഫ്. ഓക്കെ, അപ്പൊ പിയും ക്യൂ ചെയ്തു. പി ഇംപ്ലൈസ് ക്യൂ നമ്മൾ പഠിച്ചതാണ്. പി ഇംപ്ലൈസ് ക്യൂ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഫോൾസ് ഇതിലുള്ളൂ. അത് പി ട്രൂവും ക്യൂ ഫോൾസും ആകുന്നതാണ്. സോ അവിടെ മാത്രം ഫോൾസ് ഇട്ട് ബാക്കി എല്ലായിടത്തും ട്രൂ ചെയ്തിട്ടുള്ള പി ഇംപ്ലൈസ് ക്യൂ ഉണ്ട്. ഇനി ക്യൂ ഇംപ്ലൈസ് പി എപ്പോഴാ ഫോൾസ് തരും? ക്യൂ ഇംപ്ലൈസ് പി ഫോൾസ് തരണമെങ്കിൽ ക്യൂ ട്രൂവും അതേപോലെ പി ഫോൾസും ആയിരിക്കണം. സോ തേർഡ് കേസിലാണ് അത് സംഭവിക്കുന്നത്. പി ഫോൾസും ക്യൂ ട്രൂവും ആകുന്നത് തേർഡ് കേസിലാണ്. ക്യൂ ഇംപ്ലൈസ് പി എന്തായി മാറുന്നത്? ഫോൾസ് ആയി മാറുന്നത് അല്ലെ. ക്യൂ ഇംപ്ലൈസ് പിയിൽ പി ഫോൾസും ക്യൂ ട്രൂവും ആണെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി എന്താവുകയുള്ളൂ? ഫോൾസ് ആവുകയുള്ളൂ. ബാക്കി എല്ലാ കേസിലും അതെന്താണ്? ട്രൂ ആണ്. ഇനി പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ?
P implies Q and Q implies P ആണ്. P implies Q and Q implies P. അവിടെ ആൻഡ് കൊണ്ട് അതിനെ കണക്ട് ചെയ്യുന്നത്. ആൻഡിന്റെ കേസിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് P implies Q, സെക്കൻഡ് Q implies P. ആൻഡിന്റെ കേസിൽ നമുക്ക് ട്രൂ വാല്യൂ കിട്ടണമെങ്കിൽ P implies Q ഉം അതുപോലെ Q implies P യും എന്താവണം, ട്രൂ ആവണം. രണ്ടും ട്രൂ ആയാൽ മാത്രമേ ആൻഡ് എന്താവാൻ പോകുന്നുള്ളൂ, ട്രൂ ആവാൻ പോകുന്നുള്ളൂ. ഇവിടെ P implies Q ട്രൂ ആണ് ഫസ്റ്റ്, അതുപോലെ Q implies P യും ഫസ്റ്റ് എന്ത് തന്നെയാണ്, ട്രൂ തന്നെയാണ്. അപ്പൊ നമുക്ക് P if and only if Q എന്ത് കിട്ടും, അത് രണ്ടും ട്രൂ ആയതുകൊണ്ട് P if and only if Q അല്ലെങ്കിൽ P implies Q and Q implies P നമുക്ക് ട്രൂത്ത് വാല്യൂ ആയിട്ട് T കിട്ടും. രണ്ടും T ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ കേസ് P implies Q ഫോൾസും Q implies P ട്രൂവുമാണ്. രണ്ടിൽ ആരെങ്കിലും ഒരാൾ ട്രൂ ആയിട്ട് കാര്യമില്ല, രണ്ടുപേരും ട്രൂ ആവണം. സോ രണ്ടുപേരും ട്രൂ അല്ലാത്തതുകൊണ്ട് അതിന്റെ ട്രൂത്ത് വാല്യൂ നമുക്ക് എന്ത് കിട്ടും, P if and only if Q ന്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് എന്ന് കിട്ടും. തേർഡ് കേസും അതേപോലെയാ, അവിടെ ഒന്ന് ട്രൂ മറ്റേത് ഫോൾസ് ആണ്. സോ നമുക്ക് ആ if and only P if and only if Q ന്റെ ട്രൂത്ത് വാല്യൂ എന്തെന്ന് കിട്ടും, അവിടെയും ഫോൾസ് എന്ന് കിട്ടും. And the last one, P implies Q ട്രൂ ആണ്, Q implies P എന്ന് പറയുന്നതും ട്രൂ ആണ്. രണ്ടും ട്രൂ വന്നതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ P if and only if Q എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ക്ലിയർ ആണ് അവിടെ, സെറ്റ് അല്ലേ? ട്രൂത്ത് ടേബിൾ ഓഫ് ദിസ് if and only എന്ന് പറയുന്ന സാധനം ശരിയല്ലേ? ശരിയാണേ? ഡബിൾ ഇംപ്ലിക്കേഷൻ ആണ് പഠിച്ചത്. ഓക്കെ, ബൈ കണ്ടീഷൻ. ഇനി പ്രസിഡൻസ് പോവാം. അപ്പൊ നമ്മള് മാത്തമാറ്റിക്സില് നമ്മുടെ ഓപ്പറേഷൻസ്, അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ഒക്കെ അതിനൊരു പ്രസിഡൻസ് റൂൾ പഠിച്ചിട്ടുണ്ട്. ബോർഡ് മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ. അപ്പൊ ഇവിടെ നമ്മുടെ കേസിൽ നമ്മുടെ പ്രൊപ്പോസിഷൻസിനും ഇതേപോലെ എന്തുണ്ട്, അവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്റീവ്സിനും ഇതേപോലെ പ്രസിഡൻസ് റൂൾ ഉണ്ട്. ആരാദ്യം യൂസ് ചെയ്യണം, ആരെ പിന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഇൻ വിച്ച് കണക്റ്റീവ്സ് ആർ അപ്ലൈഡ് ഇൻ എ ഫോർമുല ഓഫ് പ്രൊപ്പോസിഷൻസ് ദാറ്റ് ഹാവ് നോ ബ്രാക്കറ്റ്സ്. അപ്പൊ അത് ബ്രാക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് കുറച്ച് പ്രൊപ്പോസിഷൻ തരുവാണ്. ബ്രാക്കറ്റ് ഇല്ലാണ്ട് കുറച്ച് ചെറുപറ പ്രൊപ്പോസിഷനും അതിനെ കുറച്ച് കണക്റ്റീവ്സും കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഏത് കണക്റ്റീവ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ ഓർഡർ ഓഫ് പ്രിഫറൻസ് എന്താണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നെഗേഷൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡ് നമ്മൾ ആൻഡ് വേണം യൂസ് ചെയ്യാൻ. തേർഡ് നമ്മൾ ഓറും അതേപോലെ നമ്മുടെ എക്സ്ക്ലൂസീവ് ഓർ, ഓക്കെ പേര് പെട്ടെന്ന് കിട്ടില്ല, ഓറും അതുപോലെ എക്സ്ക്ലൂസീവ് ഓറും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഇംപ്ലിക്കേഷൻസ് ബൈ കണ്ടീഷണലും ഉണ്ട്, സിംഗിളും ഉണ്ട്. ഇതാണ് അവിടുത്തെ ഓർഡർ ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ എത്ര എന്റെ അടുത്ത് വന്നു, എന്റെ അടുത്ത് എങ്ങനെ വന്നു, നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഇങ്ങനെ വന്നു വിചാരിച്ചു. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റ് ഒന്നും ഇല്ല സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, പിന്നെയാണ് ആര് വരുന്നത്, ഓറ് വരുന്നത്. സോ ഫസ്റ്റ് ഉള്ള ആരോ അയാളെയാണ് ആദ്യം നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് നെഗേഷൻ ആണ്, പിന്നെ നമ്മുടെ ആംഗിൾ, പിന്നെ ഓറും എക്സ്ക്ലൂസീവ് ഓറും, അവസാനം ഇംപ്ലിക്കേഷൻസ്. ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കണക്റ്റീവ്സിനെ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യും, നെഗേഷൻ, സെക്കൻഡ് ആൻഡ്, പിന്നെ ഓറും എക്സ്ക്ലൂസീവ് ഓറും, പിന്നെ ഇംപ്ലിക്കേഷൻസ്. ആ തരത്തിൽ പോവാം. ഇവിടെ മൂന്നാമത് പറഞ്ഞു ഓറും എക്സ്ക്ലൂസീവ് ഓറും. ഇവർ രണ്ടുപേരും കൂടെ ഒരു സെന്റൻസിൽ കയറി വന്നാൽ ആദ്യം ആരെ യൂസ് ചെയ്യും അതറിയണ്ടേ, നമുക്ക് അതും കൂടെ നോക്കാം. Not that inclusive or exclusive or both third in the order of the preference. ഞാൻ പറഞ്ഞ നേരത്തെ പ്രിഫറൻസ് ഓർഡറിൽ തേർഡ് ആണ് ഇൻക്ലൂസീവ് ഓറും എക്സ്ക്ലൂസീവ് ഓറും വന്നിരിക്കുന്നത്. ഇൻക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന ഓറാണ്. എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വി ഫസ്റ്റ് അപ്ലൈ ദ ലെഫ്റ്റ് മോസ്റ്റ് വൺ, അതായത് ക്യൂ എക്സ്ക്ലൂസീവ് ഓർ നെഗേഷൻ ഓഫ് പി, ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വന്നു വിചാരിച്ചു. ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ ലെഫ്റ്റിലുള്ളത് ആരാണ്, ഏറ്റവും ലെഫ്റ്റിലുള്ളത് അവിടെ ഈ ഓറാണ്, ഇൻക്ലൂസീവ് ഓറാണ് ഏറ്റവും ലെഫ്റ്റിലുള്ളത്. അയാളെ വേണം നമ്മൾ ആദ്യം പെർഫോം ചെയ്യാൻ വേണ്ടി. അപ്പം രണ്ടുപേരും ഒരു സെന്റൻസിൽ ഒരുമിച്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്ലൂസീവ് ഓറും എക്സ്ക്ലൂസീവ് ഓറും ഒരു സെന്റൻസിൽ ഒരുമിച്ച് വന്നാൽ ആരാണോ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലുള്ളത് അയാളെ ആദ്യം പെർഫോം ചെയ്യുക. ഈ ഫസ്റ്റ് അപ്ലൈ വി, ആദ്യം നമ്മൾ ലെഫ്റ്റ് മോസ്റ്റിലുള്ള ആളാരോ അയാളെ പെർഫോം ചെയ്യുക. ദ സെയിം അപ്ലൈസ് ടു ദ ഇംപ്ലിക്കേഷൻ ആൻഡ് ബൈ കണ്ടീഷണൽ വിച്ച് ആർ ബോക്കേഷനും ബൈ കണ്ടീഷണലും. ഇതിൽ ആരാണോ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ വരുന്നത് അയാളെ ആയിരിക്കണം ആദ്യം യൂസ് ചെയ്യേണ്ടത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു സെന്റൻസിൽ രണ്ടുപേരും. ഓക്കെ, സോ അതാണ് ആ ഒരു പ്രിഫറൻസ് ഓർഡർ പറയുന്നത്. ക്ലിയർ? സോ ഇവിടെ നോക്കൂ, പി ഓർ ക്യൂ ഒരു സാധനം നമുക്ക് നൽകിയാൽ ആദ്യം നമ്മൾ നെഗേഷൻ ചെയ്യണം. നെഗേഷൻ ഓഫ് പി, നെഗേഷൻ ആണ് ഫസ്റ്റ് ഉള്ളത് പ്രിഫറൻസ് ഓർഡറിൽ, ഫസ്റ്റ് വൺ അതാണ്. ഇതിന് ഏറ്റവും ഇവിടെ നോക്കുമ്പോൾ ഓറും എക്സ്ക്ലൂസീവ് ഓറും, ഇവരിൽ ആരാദ്യം ചെയ്യണം എന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് മോസ്റ്റിലുള്ള ഈ ഓർ ആദ്യം ചെയ്യാം. പി ഓർ ക്യൂ കണ്ടുപിടിക്കുക. നെഗേഷൻ ഓഫ് പി ഓൾറെഡി കണ്ടു, അതുപോലെ നമ്മൾ പി ഓർ ക്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇവരുടെ എക്സ്ക്ലൂസീവ് ഓർ എടുത്താൽ ഇത് നമുക്ക് കിട്ടും. ഓക്കെ, അത്രയുള്ള ഈ സാധനം കേട്ടോ, ആ ഓർഡർ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് റൈറ്റ് ഡൗൺ ദ ട്രൂത്ത് ടേബിൾ ഓഫ് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ആർ if and only if R exclusive or Q. നല്ലൊരു അടിപൊളി സാധനം, കുറേ ഉണ്ട്.
അല്ലെ? കുറെ ഉണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വലിയൊരു ട്രൂത്ത് ടേബിൾ ഒക്കെ വരച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാടുണ്ട് കേട്ടോ, കുറച്ചൊന്നുമില്ല, അത്യാവശ്യമുണ്ട്. അപ്പൊ നമുക്കത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിക്ക് അങ്ങോട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? പി എഴുതണം, ക്യൂ എഴുതണം, അതുപോലെ ആർ എഴുതണം വെച്ചിട്ട് നമ്മൾ വിളിക്കണം. ഓക്കെ, അപ്പൊ പി ആരാ? ഫസ്റ്റ് നമ്മൾ 3 ടി ഇടും. ടി 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 ആൾക്ക് കൊടുക്കും. പിന്നെ നമ്മൾ ടി ചെയ്തു, ഇവിടെ എഫ് ചെയ്തു, ഇവിടെ ടി ചെയ്തു. അപ്പം ടി 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 എഫ് ടി എഫ് ടി ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ടിയും എഫും എഫും കൊടുക്കും. സോ ഫസ്റ്റ് കൊടുക്കും 4 എഫ്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ ടി ടി എഫ് എഫ് ക്യൂന് കൊടുക്കും. ടി ടി എഫ് എഫ് കൊടുക്കും. ഇവിടെ ടി ടി എഫ് കൊടുത്തു. മൂന്നാമത്തെ ടി എഫ് ടി എഫ് ടി എഫ്. ഇപ്പൊ ചിലപ്പോൾ ബുദ്ധിമുട്ടില്ല, ഓർക്കാൻ പറയാം. ടിയുടെ കേസിൽ ആദ്യത്തെ 4 ടി, പിന്നെ രണ്ടാമത്തത് 4 എഫ് കൊടുക്കുക. ക്യൂന്റെ കോളത്തിൽ 2 2 വീതം കൊടുക്കുക. 2 ടി 2 എഫ്, 2 ടി 2 എഫ്. ആറിൻ്റെത് 1 ടി 1 എഫ്, 1 ടി 1 എഫ്, 1 ടി 1 എഫ്, 1 ടി 1 എഫ്, അങ്ങനെ കൊടുത്തു പോയാൽ മതി കേട്ടോ. സോ പി എത്തി, ക്യൂ എത്തി, ആർ എത്തി. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ട ആദ്യത്തെ ആളാണ് ആദ്യം വരുന്നത് നെഗേഷൻ ഓഫ് ആർ ഉണ്ട്. നെഗേഷൻ ഉണ്ടെങ്കിൽ നെഗേഷൻ ആദ്യം പെർഫോം ചെയ്യണം. അപ്പൊ നെഗേഷൻ ഓഫ് ആർ ആണ് ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. രണ്ടും ഒരുപോലെ കാക്കന വരച്ചോളേണ്ടത്, ഇത് മാറ്റി വരയ്ക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം നെഗേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ നെഗേഷൻ ഓഫ് ആർ കണ്ടുപിടിക്കണം. ആ ഓർഡർ ഓഫ് പ്രിഫറൻസ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആറിന്റെ കുളത്തിലുള്ള വാരം അവരെയൊക്കെ തിരിച്ചിടുക. ടി ആണെങ്കിൽ എഫ്, എഫ് ആണെങ്കിൽ ടി, ഇവിടെ ഫോൾസ്, ഇത് അവിടെ ഓവറായി. ഇനി നമ്മുടെ പ്രിഫറൻസ് ഓർഡറിലുള്ള നെഗേഷൻ കഴിഞ്ഞാൽ വരുന്നത് ആൻഡ് ആണല്ലോ. സെക്കൻഡ് ഈസ് ആൻഡ്. സോ ആൻഡ് ഉള്ള ഓപ്പറേഷൻ ചെയ്തോ, അത് നമുക്ക് ചെയ്യാം. ആൻഡ് ഉള്ള ഓപ്പറേഷൻ ആരാണ്? ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ആർ അല്ലെ? ക്യൂ ആൻഡ് നെഗേറ്റീവ് ആൻഡ് ക്യൂ ഇവിടെ ഉണ്ട്. നെഗേഷൻ ഓഫ് ആർ. ടി ആൻഡ് എഫ് രണ്ടും ഡിഫറെന്റ് ആണ്. സോ ഫോൾസ് വരും. ടി 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 വരും. എഫ് എഫ് അല്ലെ? എഫും എഫും എന്ത് വരണം? ഫോൾസ് വരണം. ഫോൾസ് ഫോൾസ്. ഇവിടെ ഫോൾസ്, ഇവിടെ ട്രൂ. ഫോൾസ്. ടി എഫ് ഫോൾസ്. ടി 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 എഫ് 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 ടി എഫ്. സോ രണ്ടിടത്ത് മാത്രമേ നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ? ട്രൂ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തേക്ക് എന്താ? ഫാൾസ്. സോ അത് ഓക്കെ ആയി. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? ഇനി നമുക്കറിയാം അടുത്ത ഓർഡർ വരുന്നത്. അപ്പം ആൻഡ് കഴിഞ്ഞു. ആൻഡ് കഴിഞ്ഞെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഓർ ഉണ്ടെങ്കിൽ ഓർ, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഓർ. ഇവിടെയുണ്ട് എക്സ്ക്ലൂസീവ് ഓർ. സോ അത് കൊടുക്കാം അടുത്തത്. ആർ എക്സ്ക്ലൂസീവ് ഓർ ക്യൂ. ഇതെങ്ങനെ ചെയ്യാന്നറിയാലോ? നിങ്ങൾക്ക് അറിയാം അല്ലെ? ഏതെങ്കിലും ഒന്ന് മാത്രമേ ട്രൂ ആവാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒന്ന് മാത്രം ട്രൂ ആയാൽ മാത്രമേ നമുക്ക് ആർ എക്സ്ക്ലൂസീവ് ഓഫ് ക്യൂ ട്രൂ ആകത്തുള്ളൂ. രണ്ടും ട്രൂ ആയി കഴിഞ്ഞാൽ അതെന്താവില്ല, റെഡി ആവില്ല. ക്ലിയർ ആണ്? രണ്ടും ട്രൂ ആവരുത്, രണ്ടും ഫോൾസ് ആവരുത്. രണ്ടും ട്രൂ ആവുന്ന കേസിലും രണ്ടും ഫോൾസ് ആവുന്ന കേസിലും നമുക്ക് ആൻസർ എന്തേ കിട്ടുള്ളൂ? ഫോൾസേ കിട്ടുള്ളൂ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ? ആറും ക്യൂ ആണ്. സോ ആറും ക്യൂ നോക്കാം. ഇതാണ് നമുക്ക് നോക്കേണ്ട ആൾക്കാർ. ടി ടി രണ്ടും ഒരേ ആണ്. എനിക്കൊന്നുണ്ടെങ്കിൽ റെഡി ആവും. എഫും ടിയും ട്രൂ ആണ്. രണ്ടും ഫോൾസ് ആണ്. രണ്ടും ട്രൂ ആണ്. ട്രൂ ആൻഡ് ഫോൾസ്. സോറി, രണ്ടും ട്രൂ ആകുമ്പോൾ ഫോൾസ് അല്ലേ? ട്രൂ ആൻഡ് ഫോൾസ്, ട്രൂ. ഫോൾസ് ആൻഡ് ട്രൂ, ട്രൂ. ഫോൾസ് ആൻഡ് ഫോൾസ്, ഫോൾസ്. സോ ഫോൾസും ട്രൂവും ട്രൂവും, രണ്ട് ഫോൾസ്, രണ്ട് ട്രൂ, രണ്ട് ഫോൾസ്. അങ്ങനെ പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. ഇനി എന്താ വരിക? അടുത്ത പ്രിഫറൻസ് ഇംപ്ലിക്കേഷൻ ഉണ്ട്, ബൈ കണ്ടീഷണലും ഉണ്ട്. രണ്ടും ഒരേ നാലാമത്തെ ആളാണ്. അപ്പം ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലുള്ള ആളെ പെർഫോം ചെയ്യുക. പി ഇംപ്ലൈസ് ക്യൂ ആണുള്ളത്. സോൾവ് ചെയ്യുക. പി ഇംപ്ലൈസ് ക്യൂ. അപ്പൊ നമുക്കറിയാം പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് ആവുന്ന കേസ് എന്ന് പറയുന്നത് പി ട്രൂ ക്യൂ ഫോൾസും ആകുന്ന കേസാണ്. ബാക്കി ഒരു കേസിലും അത് എന്താവില്ല, ഫോൾസ് ആവില്ല. സോ അങ്ങനത്തെ ഏതെങ്കിലും കേസിൽ നോക്കാം. പി ട്രൂ ക്യൂ ഫോൾസ്. നേരെ എത്രാമത്തെ കേസാണ്? മൂന്നാമത്തെ കേസിൽ. മൂന്നില് നമുക്ക് ഫോൾസ് ഇടാം. പിന്നെ വേറെ രണ്ടോ ട്രൂവും ഫോൾസും അവിടെ വീണ്ടും ഫോൾസ്. ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പൊ ആദ്യത്തത് ട്രൂ, രണ്ടാമത്തത് ഫോൾസും ആണെങ്കിലാണ് നമുക്ക് ഫോൾസ് കിട്ടുക. ബാക്കി എല്ലാം ട്രൂ ആയിരിക്കും. സംശയിക്കേണ്ട. അപ്പൊ ട്രൂ കൊടുത്തേക്കുക. എല്ലാവർക്കും എന്നിട്ട് കൊടുത്തോ? ട്രൂ ഇട്ട് കൊടുത്തു. റെഡി. സോറിടാ, സോറി, ഞാൻ വലിയൊരു തെറ്റോടെ ചെയ്തു വെച്ചു. നിങ്ങളും അതേപോലെ ചെയ്തു പോയിട്ടുണ്ടാവും. ഞാനേ ചെയ്ത മിസ്റ്റേക്ക് വന്നു. ഈ കോളാണ്, എന്നാലും ഒരു പ്രശ്നമില്ല. ഈ കോളത്തിൽ ഞാൻ ഒരു പൊട്ടത്തരം ചെയ്തു വെച്ചു. പൊട്ടത്തരാണ് ചെയ്തത്. ഓക്കെ, നോക്കിക്കോ. എടാ ഞാൻ ചോദിക്കട്ടെ, ഓൾറെഡി നമ്മൾ ഈ സാധനം കണ്ടുപിടിച്ച് വെച്ചു. ഇത് നമ്മൾ പെർഫോം ചെയ്ത സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെയല്ല ഈ പി ഞാൻ എടുക്കേണ്ടത്. അല്ലാണ്ട് പി ഇംപ്ലൈസ് ക്യൂ എടുത്തിട്ട് വീണ്ടും അപ്പുറത്തേക്ക് പോവാണോ വേണ്ടത്? ഒരിക്കലുമല്ല. ഓൾറെഡി നമ്മൾ ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ആർ കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. ഇനി അത് വെച്ച് നമ്മൾ പി ഇംപ്ലൈസ് ചെയ്താൽ മതി. പി ഇംപ്ലൈസ് ആരെയാണ്? ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ആർ. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ആർ നമ്മൾ ഇപ്പൊ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം പി ട്രൂ, ഈ സാധനം ഫോൾസ് ആകുന്ന ഏത് കേസ് ഒന്നാണ്. അപ്പൊ ഇവിടെ പി ട്രൂ, ഇത് ഫോൾസ്. സോ ഫസ്റ്റത്തെ തന്നെ ഫോൾസിലേക്ക് അങ്ങോട്ട് പോയി. ഫസ്റ്റത്തെ തന്നെ ഇങ്ങോട്ട് പോയി, നമ്മുടെ കൈ വെട്ടിച്ച് ഫോൾസിൽ പോയി. സെക്കൻഡ് നോക്കി, പിയും ട്രൂ ആണ്, ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ആർ ട്രൂ. സോ രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ. തേർഡ് കേസ് ട്രൂ ആൻഡ് ഫോൾസ്. സോ ദാറ്റ് ഈസ് ഫോൾസ്. ട്രൂ ആൻഡ് ഫോൾസ്, ഫോൾസ്. ഫോൾസും ഫോൾസും ട്രൂ ആണ്. ബാക്കി എല്ലാം ട്രൂ ആയിരിക്കും. പി ഒക്കെ ഫോൾസ് അല്ലേ. സോ ബാക്കി നാലും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ ഫോൾസ് ട്രൂ, ഫോൾസ് ഫോൾസ് ആൻഡ് ബാക്കിയൊക്കെ ട്രൂ. ഇതാണ് നമ്മുടെ സാധനം.
അതുവരെ ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചേക്കാം. ലാസ്റ്റ് P implies Q and negation of R and if and only if R exclusive or Q. അല്ലാത്ത സംഗതി നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചു. ഈ പാർട്ട് അതുപോലെ ഈ പാർട്ടും നമ്മൾ നോക്കിയിട്ടുണ്ട്. R എക്സ്ക്ലൂസീവ് ഓർ Q എന്ന് പറയുന്ന ഈ പാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇത് വരുമ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാല് P implies Q and negation of R എന്ത് ഇംപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത് ആർ എക്സ്ക്ലൂസീവ് ഓർ ക്യൂ ഇംപ്ലൈ ചെയ്യുന്നു എന്ന് പറയും. അതേപോലെ തിരിച്ചും ആർ എക്സ്ക്ലൂസീവ് ഓർ ക്യൂ ഇംപ്ലൈസ് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ആർ ആണ്. സോ അവിടെ ആൻഡ് വരുന്നുണ്ട്. അപ്പൊ ആൻഡ് വരുന്നു എന്ന് പറയുമ്പോൾ ആ രണ്ട് സൈഡിലേക്കുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുന്നത് അത് രണ്ടും ട്രൂ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ട്രൂ എന്ന് കിട്ടും. അതാണ് നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത്. സോ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഈ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ട്രൂത്ത് വാല്യൂ രണ്ടും ട്രൂ ആണെങ്കിൽ, നിങ്ങളുടെ പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ പിയിൽ ആരെങ്കിലും ഒരാൾ ട്രൂവും ഒരാൾ ഫോൾസും ആയ പോലെയാണ്. എന്നാൽ രണ്ടും ഫോൾസ് ആകുമ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ, ട്രൂ ആണ്. അതായത് പി ഇഫ് ആൻഡ് ഓൺലി ക്യൂ, പിയുടെയും ക്യൂവിന്റെയും വാല്യൂ ട്രൂത്ത് വാല്യൂ സെയിം ആണെങ്കിൽ പി ഇഫ് ആൻഡ് ഓൺലി ക്യൂയുടെ ട്രൂത്ത് വാല്യൂ ട്രൂ വരികയുള്ളൂ. പിക്കും ക്യൂനും ഒരേ ട്രൂത്ത് വാല്യൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, പി ഇഫ് ആൻഡ് ഓൺലി ക്യൂയുടെ ട്രൂത്ത് വാല്യൂ ടി എന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. സോ അത് നോക്കിയാൽ മതി, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇവിടെ ഫോൾസ് ഫോൾസ്, സോ നമുക്ക് ട്രൂ കിട്ടും. രണ്ടും ഒരേ ട്രൂത്ത് വാല്യൂ ആണ്. ടി രണ്ടും ട്രൂത്ത് വാല്യൂ സെയിം ആണ്. സോ ടി ആണ് അപ്പൊ ട്രൂ. എഫും ടിയും രണ്ടും ഡിഫറെന്റ് ആണ്. സോ ഫോൾസ്, ട്രൂ ആൻഡ് ട്രൂ വരും, രണ്ടും സെയിം ആണ്. 2TT again same, FT that is different. So F. So നമുക്ക് ലാസ്റ്റ് കോളത്തിൽ എങ്ങനെ കിട്ടും, TT, FT, FT, TF. സോ ഇതാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. കുറച്ചുണ്ട് ചെയ്യാൻ വേണ്ടിട്ട്, പഠിച്ചു കഴിഞ്ഞാൽ സുഖമാണ് കേട്ടോ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് ശ്രദ്ധിക്കുക, പിയും ക്യൂവും ഒരേ ട്രൂത്ത് വാല്യൂ കാണിച്ചാൽ മാത്രമേ പി ഇഫ് ആൻഡ് ഓൺലി ക്യൂനും ട്രൂത്ത് വാല്യൂ ടി കിട്ടുകയുള്ളൂ. സോ അത് കഴിഞ്ഞവിടെ ഇനി ലോജിക്കൽ ഇക്വലൻസിലേക്ക് പോവാണ്. ഇക്വൽ ടു പ്രൊപ്പോസിഷൻസ്, നമ്മുടെ അടുത്ത് രണ്ട് പ്രൊപ്പോസിഷൻസ് ഉണ്ട്, ആറാണ് മറ്റൊന്ന് എക്സ് ആണ്. ഈ രണ്ട് പ്രൊപ്പോസിഷൻസ് ലോജിക്കലി ഈക്വലന്റ് ആണെന്ന് പറയണം. പ്രൊവൈഡഡ് they have the same truth value for every choice of truth values of simple propositions involved in them and we did not this fact by R equivalence S. അതൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ട് പ്രൊപ്പോസിഷൻ തന്നു, ആറും എസും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ട്രൂത്ത് വാല്യൂസ് കണ്ടുപിടിച്ചു. ആറിന്റെ ട്രൂത്ത് വാല്യൂസ് കണ്ടുപിടിച്ചു, എസിന്റെ ട്രൂത്ത് വാല്യൂസ് കണ്ടുപിടിച്ചു. എല്ലാ ചോയ്സസിലും ഏത് ചോയ്സ് നിങ്ങൾ എടുക്കുമ്പോഴും ആറിന്റെ ട്രൂത്ത് വാല്യൂ തന്നെയാണ് എസിന് കിട്ടുന്നത്, ഈക്വലന്റ് ആണ്. ഓക്കെ, ആറും എസും ലോജിക്കലി ഈക്വലന്റ് ആണെങ്കിൽ ആറ് ഉണ്ടാക്കുന്ന ട്രൂത്ത് ടേബിൾ ആണെങ്കിൽ അതിന്റെ ട്രൂത്ത് വാല്യൂസ് എന്തൊക്കെയാണോ അത് തന്നെയായിരിക്കണം ആരുണ്ടാക്കുന്നത്, എസ് ഉണ്ടാക്കേണ്ടത്. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അതാണ് ലോജിക്കൽ ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ. Find that P implies Q logically equivalent to negation of Q implies negation of Q. നല്ലൊരു ചോദ്യമാണ്, എക്സാമിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇത് ഷോ ചെയ്യണം. P implies Q equivalence ആണ്, എന്ത് negation of Q implies negation of P ചെയ്യണം. സോ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് വെരിഫൈ ചെയ്യാം. P negation of ചെയ്യും ആൻഡ് P implies negation of. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പം P implies Qയുടെയും negation of Q implies negation of Pയുടെയും ട്രൂത്ത് ടേബിൾ സെയിം ആണെങ്കിൽ, ട്രൂത്ത് വാല്യൂസ് സെയിം ആണെങ്കിൽ നമുക്ക് അവിടെ എന്താന്ന് പറയാം, ഇക്വലൻസ് ആണ്, ഇക്വലന്റ് ആണ് അവരെന്ന് പറയാം. എല്ലാവരും എന്റെ കൂടെ കണ്ടുപിടിക്കട്ടോ. ഫോൾസ് ഫോൾസ്, ക്യൂ ടി എഫ് ടി എഫ്. നെഗേഷൻ ഓഫ് പി എഫ് എഫ് ടി ടി വരും. നെഗേഷൻ ഓഫ് ക്യൂ എഫ് ടി വരും അല്ലെ, എഫ് ടി എഫ് ടി. പി ഇംപ്ലൈസ് ക്യൂ ഒരേ ഒരു വാല്യൂയിൽ മാത്രമേ ഫോൾസ് ആവൂ, പി ട്രൂ, എഫ് ക്യൂ ഫോൾസ് മാത്രമേ, സെക്കൻഡ് കേസ് മാത്രമേ ഇത് ഫോൾസ് ആവുള്ളൂ. ബാക്കി കേസുകളിലൊക്കെ ട്രൂ ആണ്. നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പിയോ, അവിടെ നമുക്ക് നെഗേഷൻ ഓഫ് പിയും നെഗേഷൻ ഓഫ് ക്യൂവും വേണം. നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി എന്നാണല്ലോ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി ആണ്. ഇത് എപ്പോഴാണ് ഫോൾസ് തരുന്നത്, നെഗേഷൻ ഓഫ് ക്യൂ നെഗേഷൻ ഓഫ് പി ട്രൂ, നെഗേഷൻ ഓഫ് ക്യൂ ട്രൂ, അതുപോലെ നെഗേഷൻ ഓഫ് പി ഫോൾസും ആകുമ്പോൾ, നെഗേഷൻ ഓഫ് ക്യൂ ട്രൂ നെഗേഷൻ ഓഫ് പി ഫോൾസും ആകുമ്പോൾ മാത്രമേ ഈ സാധനം നമുക്ക് എന്ത് തരുന്നുള്ളൂ, ഫോൾസ് എന്ന് പറയുന്ന ട്രൂത്ത് വാല്യൂ, എഫ് എന്ന് പറയുന്ന ട്രൂത്ത് വാല്യൂ തരുള്ളൂ. അപ്പൊ നെഗേഷൻ ഓഫ് ക്യൂ ട്രൂ, നെഗേഷൻ ഓഫ് പി ഫോൾസ്, നെഗേഷൻ ഓഫ് ക്യൂ ട്രൂ ആവണം. രണ്ട് കേസ് ഉണ്ട്, നെഗേഷൻ ഓഫ് പി ഫോൾസ് അത് കേസാണ്, സെക്കൻഡ് കേസ് അല്ലെ. അപ്പൊ നെഗേഷൻ ഓഫ് ക്യൂ ട്രൂ, അതുപോലെ നെഗേഷൻ ഓഫ് പി ഫോൾസ്, ആ കേസ് സെക്കൻഡ് കേസ് അവിടെ ഫോൾസ്. സോ ബാക്കി ട്രൂ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് രണ്ടിന്റെയും ഈ ഒരു വാല്യൂസ് സെയിം ആണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അങ്ങനെ നമുക്ക് ഇക്വലന്റ് ആണെന്ന് പറയും. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാലും നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി എന്ന് പറഞ്ഞാലും അതിന് ലോജിക്കലി എന്താണ്, ഈക്വലന്റ് ആണ്. അടുത്തത് ഫോർ എനി ടു പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഈസ് ഈക്വലന്റ് ടു നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ. അടുത്ത ആൾ നമ്മൾ ഇതുപോലെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യണം. അപ്ലിക്കേഷൻ ഓഫ് ക്യൂ
അതുപോലെ പി ആൻഡ് നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ വരും. അതേപോലെ എന്തും കൂടെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് നമുക്ക് എഴുതാം. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കിയാൽ ബാക്കി നമുക്ക് ചെയ്യാം കേട്ടോ. പി ഓർ ക്യൂ ഇതാണ് ഞാൻ സോറി. അപ്പം പി ഓർ ക്യൂ എഴുതിയിട്ട് നമുക്ക് അതുകൂടെ എഴുതാം. പി ഓർ ക്യൂ മാത്രമാണ് കണ്ടുപിടിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നെഗേഷൻ കാണാം. അത് വെച്ചു അത്ര ഉണർന്നില്ല. ട്രൂ ട്രൂ, false false, PF TF. Negation of P, FFTT. Negation of Q, false true, false true. Negation of P and negation of Q. Negation of P ഉണ്ട്, negation of Q ഉണ്ട്. രണ്ടും സെയിം ആവണം അല്ലെ. negation of P and negation of Q രണ്ടും FF ആണെങ്കിൽ F ആണ് വരിക. രണ്ടും ട്രൂ ആയാലേ ട്രൂ കിട്ടുള്ളൂ. ബാക്കി ഏതൊട്ടൊന്നും ഉള്ളൂ അല്ലെ. മറ്റൊന്നും ഇല്ല. ഇവിടെ ഉണ്ടല്ലേ TT രണ്ടും വരുന്നത് negation of P, negation of Q T വരുന്ന ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും ഫോൾസ് ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം. നമുക്ക് രണ്ടും ടി കിട്ടുന്ന കേസിൽ മാത്രം എന്ത് ചെയ്യാം, ടി എന്ന് എഴുതാം. ഇനി പി ഓർ ക്യൂ നോക്കാം. ആരെങ്കിലും ഒരാൾ ടി ആയാൽ പി ഓർ ക്യൂടെ വാല്യൂ ടി ആവും. സോ ഇവിടെ ആദ്യത്തെ 3 കേസിലും ആരെങ്കിലും ഒരാൾ എന്താവുന്നുണ്ട്, ട്രൂ ആവുന്നുണ്ട്. സോ ടി 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 എഫ് എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് മാത്രമേ ഫോൾസ് വരുന്നുള്ളൂ. ആൻഡ് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഇതിനൊക്കെ വെച്ചില്ല. ഫോൾസ് 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 ട്രൂ. നോക്കിയേ, ഇതും സെയിം അല്ലേ. നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ തന്നെയല്ലേ നമുക്ക് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഇവർ രണ്ടുപേരും എന്താന്ന് പറയാം, ട്രൂത്ത് ടേബിൾ വെച്ച് നമുക്ക് പറയാം ഈ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ, നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ എന്താന്ന് പറയാം, ലോജിക്കലി ഈക്വലന്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെച്ചോ. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഈക്വൽ ടു നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ഇത് നമ്മുടെ ഡിമോർഗൻസ് ലോ. സോ ഡിമോർഗൻസ് ലോ എന്താ പറയുന്നത്, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഇതാണ് ഡിമോർഗൻസ് ലോ. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ. ഇത് വൺ ഓഫ് ദം ആണ്. negation of P or Q എന്ന് പറഞ്ഞാൽ എന്താ, negation of P and Q that is equal to what, equivalent to what, equivalent. So negation of P or negation of Q വരും. അതായത് ഇവിടെ വരുന്നത് ഓർ ആണെങ്കിൽ ഇവിടെ വരിക ആൻഡ്, ഇവിടെ ആൻഡ് വന്നാൽ ഇവിടെ ഓർ വരും. നെഗേഷൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിമോർഗൻസ് ലോസ് എന്ന് പറയുന്ന ആൾക്കാർ. വേണമെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരാവുന്നതാണ് കേട്ടോ. അപ്പം അടുത്ത് നമുക്ക് നോക്കാം. കുറച്ച് ലോസ് ആണ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഡബിൾ നെഗേഷൻ ലോ. 2 തവണ നമ്മൾ നെഗേഷൻ എടുത്തു. പി എ ഒരു തവണ നെഗേഷൻ എടുത്തു. ആ നെഗേഷൻ ഓഫ് പിനെ വീണ്ടും നെഗേറ്റ് ചെയ്താൽ നമുക്ക് ആരെ തന്നെ കിട്ടും, പി എ തന്നെ കിട്ടും. ആഡ് ഇമ്പോർട്ടന്റ് ലോസ് പറയുന്നത് പി ആൻഡ് പി എന്ന് പറഞ്ഞാലും പി ആണ്, പി ഓർ പി എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്, പി തന്നെയാണ്. കമ്മ്യൂട്ടേറ്റിവിറ്റി പറയുന്നത് പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ ഓർ പിക്ക് ഈക്വൽ ആണ്. പി ഓർ ക്യൂ എന്തിന് ഈക്വൽ ആണ്, ക്യൂ ഓർ പിക്ക് ഈക്വൽ ആണ്. അതുപോലെ പി ആൻഡ് ക്യൂ ആൻഡ് പി തന്നെയാണ് ഈക്വൽ ആണ്. അസോസിയേറ്റിവിറ്റി പറയുന്നു പി ഓർ ക്യൂ ഓർ ആർ എന്ന് പറഞ്ഞാലും പി ഓർ ക്യൂ ഓർ ആർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതുപോലെ പി ആൻഡ് ക്യൂ ആൻഡ് ആർ എന്നാലും പി ആൻഡ് ക്യൂ ആൻഡ് ആർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നു, ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്ത് പറയുന്നു, ഇവിടെ പി ഉണ്ടെന്ന് വിചാരിച്ചോ, പി ഓർ ക്യൂ ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ ഈക്വൽ ആണ്, പി ഓർ ആറിന് ഈക്വൽ ആണ്. ഓക്കെ, അതേപോലെ പി ആൻഡ് ക്യൂ ഓർ ആർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആ പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. ഇതാണ് നമ്മുടെ 5 ലോസ്. സോ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഈ ലോസ് ഒക്കെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എന്തായാലും അത് പഠിച്ചു വെച്ച് മതിയാവുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ടോട്ടോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ എന്താണ് ടോട്ടോളജി എന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ പോസിബിൾ ട്രൂത്ത് വാല്യൂസ് ഓഫ് ദ സിമ്പിൾ പ്രൊപ്പോസിഷൻസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് കോൾഡ് ടോട്ടോളജി. നമുക്ക് കുറെ പ്രൊപ്പോസിഷൻ ചേർത്തൊരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ കോമ്പൗണ്ട് പ്രൊപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എല്ലാ ഇൻപുട്സിനും കറസ്പോണ്ടിങ് ആയ ട്രൂത്ത് വാല്യൂ ടി എന്ന് കിട്ടിയാൽ അത്തരത്തിലുള്ള കോമ്പൗണ്ട് പ്രൊപ്പോസിഷന് നമ്മൾ പറയുന്ന പേരാണ് tautology എന്ന് പറയുന്നത്. A compound proposition that is true for all possible truth values of the simple propositions involved is called the tautology. അതേപോലെ മറ്റൊരു കാര്യമാണ്, എല്ലാം ഫോൾസ് ആ കിട്ടുന്നെങ്കിലോ ഇങ്ങനെ നമ്മളൊരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷന്റെ വാല്യൂസ് നോക്കി ട്രൂത്ത് വാല്യൂസ് നോക്കിയപ്പം എല്ലാം നമുക്ക് ലഭിക്കുന്ന ഫോൾസ് ആണെങ്കിൽ നമുക്ക് പറയാം അത് കോൺട്രഡിക്ഷൻ ആണ്. അതെന്താണ് കോൺട്രഡിക്ഷൻ? എല്ലാം ശരിയാണെങ്കിൽ ടോട്ടോളജി, ആൻഡ് എല്ലാം തെറ്റാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓക്കെ, അത് contradiction. Similarly, a proposition that is false for all possible truth values of the simple proposition that constitutes called a contradiction. So contradiction എല്ലാം false, tautology എല്ലാം true. Okay, അടുത്തത് verify that P and Q and negation of P is the contradiction and P implies Q by if and only if negation of P or Q is a tautology. സോ നമ്മളിവിടെ നമ്മുടെ ട്രൂത്ത് വാല്യൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. പിയും ക്യൂവും എഴുതിയത് പറയണ്ടല്ലോ, നെഗേഷൻ ഓഫ് പിയും നിങ്ങൾക്ക് ഓക്കെയാണ്. അതുപോലെ പി ആൻഡ് ക്യൂ എഴുതി, രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ അവിടെ ട്രൂ വരുള്ളൂ. സോ ഫസ്റ്റ് മാത്രമേ പി ആൻഡ് ക്യൂവിന്റെ ടി വരുന്നുള്ളൂ. അടുത്ത നമ്മൾ എന്ത് ചെയ്യും, ഇത് കോൺട്രഡിക്ഷൻ ആണ് കാണിക്കുന്നത് പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ്
പി ആണ്. സോ അത് കണ്ടുപിടിച്ചു, പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് പി. പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് പി. എന്തായാലും പിയും നെഗേഷൻ ഓഫ് പി ഒരുമിച്ച് വന്നാൽ രണ്ട് ഡിഫറെന്റ് മീനിങ് ആണ് അല്ലെ. ഈ 3 പേർക്കും ഒരേ ട്രൂത്ത് വാല്യൂ വന്നാൽ മാത്രമേ നമുക്ക് ടി എന്ന് കിട്ടുള്ളൂ. 3 പേർക്കും ട്രൂത്ത് വാല്യൂ ടി എന്ന് കിട്ടിയാൽ മാത്രമേ പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് പി നമുക്ക് ടി എന്ന് കിട്ടുള്ളൂ. എന്നാൽ പിയുടെയും നെഗേഷൻ ഓഫ് പിയുടെയും ട്രൂത്ത് വാല്യൂ ഇസ് ഓൾവേസ് ഡിഫറെന്റ്. പിയുടെ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നെഗേഷൻ ഓഫ് പിക്ക് ഉണ്ടാവുക. സോ പി എഫ് ആണെങ്കിൽ നെഗേഷൻ ഓഫ് പി ട്രൂ ആയിരിക്കും, അതർവൈസ് ആയിരിക്കും. സോ പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് പി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അതേപോലെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ പിയും നെഗേഷൻ ഓഫ് പിയും ഓൾവേസ് ഡിഫറെന്റ് ആണ് അവരുടെ ട്രൂത്ത് വാല്യൂ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഒരിക്കലും ഒത്തുചേരില്ല, അവർ ഒത്തൊരുമിക്കാൻ പറ്റാത്തവരാണ്. സോ നമുക്ക് എപ്പോഴും എന്തേ കിട്ടുള്ളൂ, ട്രൂത്ത് വാല്യൂസിൽ ഫോൾസേ ഇവിടെ കിട്ടുള്ളൂ. ഇനി പി ഇംപ്ലൈസ് എന്ന് പറയാൻ പറഞ്ഞു, പി ട്രൂ ക്യൂ ഫോൾസും ആകുന്ന ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ അവിടെ ഫോൾസ് വരുള്ളൂ. സോ അതുപോലെ വന്നു. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ നമ്മൾ നോക്കുകയാണ്. നെഗേഷൻ ഓഫ് പി എവിടെയുണ്ട്, ഓർ ക്യൂ. സോ ഇതിൽ ആരെങ്കിലും ഒരാൾ ട്രൂ ആയാൽ ട്രൂ ആവും. ടിയും എഫും ട്രൂ ആയി, എഫ് എഫ് ഫോൾസ് ആവും. ടി ടി ട്രൂ ആണ്, എഫ് ടി ട്രൂ ആണ്. സോ അത് നമ്മൾ ഉപയോഗിച്ചു. അടുത്ത് നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ നമ്മൾ നോക്കാൻ പോവാണ്. അപ്പൊ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാൽ നമുക്കറിയാം ഈ സൈഡിലുള്ള ആളും ഈ സൈഡിലുള്ള ആളും ഒരേ ട്രൂത്ത് വാല്യൂ കാണിച്ചാൽ ഈ ഒരു ആളുടെ പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് പറയുന്ന ഈ ഒരു ആളുടെ ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. സോ ഇവിടെ നോക്കൂ, ഇവിടെ രണ്ടും ടി ആണ്, സോ ടി കിട്ടും. രണ്ടും എഫ് ആണെങ്കിൽ സെയിം ആണ്, സോ ടി കിട്ടി. രണ്ടും ടി ആണ്, സെയിം ആണ്, ടി കിട്ടി. രണ്ടും ടി ആണ്, സെയിം ആണ്, അഗെയിൻ ടി കിട്ടി. സോ എല്ലാം ഈ ഒരു പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് പറയുന്നത് എല്ലാം ടോട്ടോളജി അല്ലെങ്കിൽ രണ്ടിന്റെയും ട്രൂത്ത് വാല്യൂസ് നമുക്ക് ട്രൂ ആണ് കിട്ടിയിട്ടുള്ളത്. സോ എന്താ നമുക്ക് പറയാൻ പറ്റും, അതൊരു ടോട്ടോളജി ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ എല്ലാ ട്രൂത്ത് വാല്യൂസും എന്താണ് ഇവിടെ ടി ആണ്. സോ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, അടുത്ത ഷോ ദാറ്റ് P implies Q and negation of Q implies negation of P is a tautology. So ഇത് നമുക്ക് ടോട്ടോളജി ആണ് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇയാള് നമുക്ക് കാണിച്ചു കൊടുക്കണം. സോ പി എഴുതുന്നു, ക്യൂ വെച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് നെഗേഷൻ ഉണ്ടോ, നെഗേഷൻ വെച്ചു. ഇനി ആൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ബ്രാക്കറ്റ് ഉണ്ടല്ലോ, പി ഇംപ്ലൈസ് ക്യൂ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് അത് കണ്ടുപിടിക്കാം. പി ഇംപ്ലൈസ് ക്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻഡ് സാധനം ചെയ്യണം. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ, നെഗേഷൻ ഓഫ് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് വെക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതിനുശേഷം നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി കാണുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാൻ പോകണം. ഇങ്ങനെ വേണം ചെയ്യാം, അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ മെത്തേഡാണ് അത് ചെയ്യട്ടോ. ടി ടി എഫ് ആർ ടി എഫ് ടി എഫ് നെഗേഷൻ ഓഫ് ക്യൂ ദാറ്റ് ഈസ് ഫോൾസ് ടു നെഗേഷൻ ഓഫ് പി എഫ് എഫ് ടി ടി. പി ഇംപ്ലൈസ് ക്യൂ ഞാൻ പറഞ്ഞു, ടി പോസിറ്റീവ് ക്യൂ ഫോൾസ് ആകുമ്പോൾ സോറി പി ട്രൂ ക്യൂ ഫോൾസ് ആകുമ്പോൾ മാത്രമേ ഫോൾസ് ആവുള്ളൂ. സോ ഇവിടെ ഫോൾസ് എല്ലായിടത്തും പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ. ഇപ്പൊ നെഗേഷൻ ഓഫ് ക്യൂ ഉണ്ട്, പി ഇംപ്ലൈസ് ക്യൂ ഉണ്ട്. അതായത് രണ്ടുപേരും ട്രൂ ആകുമ്പോൾ മാത്രമേ ഈ ആൾ എന്താവുള്ളൂ, ട്രൂ ആവുള്ളൂ. നെഗേഷൻ ഓഫ് ക്യൂ ഫോൾസ് ആണ്, പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്. സോ ഫോൾസ് വരും. ടിയും എഫും അഗെയിൻ ഫോൾസ്, എഫും ടിയും അഗെയിൻ ഫോൾസ്. ലാസ്റ്റ് രണ്ടും ട്രൂ ആയതുകൊണ്ട് ടി എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് നോക്കും, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ നെഗേഷൻ ഓഫ് ക്യൂ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആള് ട്രൂവും രണ്ടാമത്തെ ആള് ഫോൾസും ആകുന്ന ഏതെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ഒന്നാമത്തെ ആള് ട്രൂ ആകുന്ന ഒരേ ഒരു കണ്ടീഷൻ ലാസ്റ്റ് കണ്ടീഷൻ ആണ്. ആ കേസിൽ രണ്ടാമത്തെ ആളും ട്രൂ തന്നെയാണ്, ഫോൾസ് ആകുന്ന കേസസ് ഇല്ല. സോ എല്ലായിടത്തും എന്ത് വരും, ടി തന്നെ വരും. എല്ലായിടത്തും നമുക്ക് എന്തെന്ന് വരും, ട്രൂത്ത് വാല്യൂ ടി തന്നെ വരും. സോ ഇങ്ങനെ കാണിക്കാം, നമ്മൾ എല്ലാ ട്രൂത്ത് വാല്യൂസും ടി ആയതുകൊണ്ട് ഇത് എന്താണ് നമുക്ക് പറയാം, ടോട്ടോളജി ആണ് നമുക്ക് പറയാം. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. അതാണ് മച്ച് മോർ ഗുഡ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാണ്ടാത്തവർക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡും കൂടെ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി ടോട്ടോളജിയാണ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് ചെയ്തതാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡിൽ എന്താണ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സുഖം. ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, പി ഇംപ്ലൈസ് ക്യൂ ഞാൻ എടുത്തു. ഇത് എന്തിന് ഈക്വലന്റ് ആണ്? പി ഇംപ്ലൈസ് ക്യൂ നമുക്കറിയാം നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആണ് അല്ലെ. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആണ് എന്തെന്ന് പറയുന്നത്, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ കൂടെ വരുന്നു, ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ. സോ ഇനി നമുക്ക് ഡിമോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് ഇതിനെ റെഡി ആക്കാം. ഓക്കെ, സോ നെഗേഷൻ ഓഫ് ക്യൂ എന്ന് വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഓർ ആണല്ലോ ഉള്ളത്, ഓർ ഇട്ടു, ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ എന്ന് വരും. സോ ഇങ്ങനെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ തന്നെ, വ്യത്യാസം വരുത്തണ്ട. ഓക്കെ, കൊടുത്തു.
ഓർ ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ, ക്യൂവും അതിന്റെ നെഗേഷനും ആൻഡ് എടുത്താൽ അത് ഓൾവേസ് എന്തേ തരുള്ളൂ, ഫോൾസിനെ എഫിനെ തരുള്ളൂ അല്ലെ. ക്യൂവും നെഗേഷൻ ഓഫ് ക്യൂവും എല്ലായ്പ്പോഴും ഡിഫറെന്റ് ട്രൂത്ത് വാല്യൂസ് തരുന്നവരാണ്. അവരുടെ ആൻഡ് എടുത്താൽ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റത് ഫോൾസ് ആകും. അതുകൊണ്ട് തന്നെ ആൻഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും, എഫ് ആയിരിക്കും കിട്ടുക. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ ഓർ എഫ് എന്നുള്ളതാണ്. ഓർ ആണ്. ഓറിന്റെ കേസില് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ട്രൂത്ത് വാല്യൂ തരുന്നുണ്ടെങ്കിൽ ആ ഒരു ഓറിന്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും, ടി ആയിരിക്കും. രണ്ടുപേരും ഫോൾസ് ആണെങ്കിൽ മാത്രമേ അത് ഫോൾസ് ആവുള്ളൂ. സോ രണ്ടാമത്തെ ആൾ ഇവിടെ ഫോൾസ് ആണ്. ഒന്നാമത്തെ ആള് ട്രൂ ആണെങ്കിൽ ട്രൂത്ത് വാല്യൂ ടി ആണ് തരുന്നതെങ്കിൽ ഈ ഓർ എന്ന് പറയുന്ന നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ ഓർ എഫിന്റെ ട്രൂത്ത് വാല്യൂ കംപ്ലീറ്റ് എന്തായിരിക്കും, ടി ആയിരിക്കും. അതായത് ഫസ്റ്റത്തത് ടി ആണെങ്കിൽ ഫസ്റ്റത്തതിന്റെ ട്രൂത്ത് വാല്യൂ ടി ആണെങ്കിൽ ഈ മൊത്തത്തിലുള്ള ഈ ഒരു ഓറിന്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഇനി ഫസ്റ്റ് ഉള്ള നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂയുടെ ട്രൂത്ത് വാല്യൂ എഫ് ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഈ ഒരു ഓറിന്റെ ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും, എഫ് ആയിരിക്കും. സോ ഈ ഒരാൾ എടുക്കുന്നത് എന്ത് എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഓറിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂന്റെ ട്രൂത്ത് വാല്യൂ ആണ്. അത് എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ. ക്ലിയർ? അപ്പൊ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂനെ എങ്ങനെ എത്തിച്ചോ, നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂയിലേക്ക് എത്തിച്ചു. സോ ഞാൻ അതിന് പകരം ഇതാണ് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറയുന്നതിന് പകരം നെഗേഷൻ ഓഫ് പിയും നെഗേഷൻ ഓഫ് ക്യൂവും രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് അല്ലെ ആൻഡ് എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. നെഗേഷൻ ഓഫ് പിയും സംഭവിക്കണം, നെഗേഷൻ ഓഫ് ക്യൂവും സംഭവിക്കണം. ആൻഡ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് പറയാവുന്ന കാര്യമാണ് നെഗേഷൻ ഓഫ് പിയും ഇംപ്ലൈ ചെയ്യാം. നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ, അതായത് നെഗേഷൻ ഓഫ് പിയും നെഗേഷൻ ഓഫ് ക്യൂ എന്ത് ചെയ്തു, അവിടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നമുക്ക് നെഗേഷൻ ഓഫ് പി ഉണ്ടെന്ന് പറയാമല്ലോ അല്ലെ. അപ്പൊ ഇത് എല്ലാ അവസ്ഥയിലും ഇത് ട്രൂ ആണ് അല്ലെ. നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓൾവേസ് ട്രൂത്ത് വാല്യൂസ് ടി എ തരത്തുള്ളൂ. ഇത് ഓൾവേസ് എന്താ തരിക, ട്രൂത്ത് വാല്യൂ ടി എ ആണ് തരിക. സോ ഇത് ഓൾവേസ് ട്രൂ ആണ്. ഇതേപോലെ തന്നെയാണ് നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ക്യൂ നമുക്ക് എഴുതാം, നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. സോ ഇതെന്താന്ന് പറയാം, എല്ലായ്പ്പോഴും ഈ ഒരാള് നമുക്ക് തരുന്ന ട്രൂത്ത് വാല്യൂ ടി ആയിരിക്കും. സോ ഇതെന്താണ്, ഒരു ടോട്ടോളജി ആണ് എന്ന് പറയാം. ട്രൂത്ത് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, ടി ആയിരിക്കണം ഏത് പോസിബിൾ കേസസിൽ. ഓക്കെ, ക്ലിയർ ആയി വിശ്വസിക്കാൻ കേട്ടോ. പി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ആർ ഇസ് ഈക്വൽ ടു നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഓർ ആർ. ഇതാണ് നമുക്ക് അടുത്തതായിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതേപോലെ ഇയാളുടെ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് പി നെഗേഷൻ ഓഫ് ആറിന്റെ ട്രൂത്ത് ലെവൽ വരച്ചു നോക്കുക. അതേപോലെ ഇയാളുടെയും ഇത് വരച്ചു നോക്കുക, ട്രൂത്ത് ലെവൽ വരച്ചു നോക്കുക. സോ അത് നിങ്ങൾക്ക് കിട്ടുന്നത് എക്സാക്ട് സെയിം ആയിട്ടായിരിക്കും ഈ കേസിൽ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ഥലത്ത് പോയാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ പോയാൻ പോകണം കേട്ടോ. എനിക്ക് വേണ്ടത് പ്രൈസ് നെഗേഷൻ ഓഫ് ആർ, ഇതാണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ ഇതിന്റെ ഫോം മാറ്റുന്നു. പി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം, എന്താ പി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആണ്. സോ നെഗേഷൻ ഓഫ് ക്യൂ, കാരണം ഇവിടെ നെഗേഷൻ ഓഫ് ക്യൂ ആണ്. സോ നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ഓഫ് ക്യൂ കിട്ടും ആൻഡ് negation of P or negation of R. അതിൽ negation of P നമുക്ക് എടുക്കാം, equivalent ആണ്. This is equivalent to negation of P പുറത്തേക്ക് പോയി, ഓറും പുറത്തേക്ക് പോയി, negation of P ഓർ and ഉള്ളിലുള്ളത് negation of Q and negation of R. അപ്പോൾ this is equivalent to what, negation of P or ഇത് negation of Q and negation of R ആണ്, negation of R ആണ് അല്ലേ. സോ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പോകുക, negation of Q and negation of P എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യാം. നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ക്യൂ ഓർ ആറിന്റെ നെഗേഷൻ ആണ്. ക്യൂ ഓർ ആറിന്റെ കംപ്ലീറ്റ് നെഗേഷൻ ഓഫ് ക്യൂ ഓർ ആർ ആണ് അവിടെ വരുന്നത്. അപ്പൊ സോ നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ഓഫ് ക്യൂ ഓർ ആർ എന്ന് വരും. ആൻഡ് ഇവിടെ കോമൺ ആയിട്ട് നെഗേഷൻ പുറത്തേക്ക് എടുത്താൽ നെഗേഷൻ ഓഫ് പി ആൻഡ് പി ഓർ എന്ന മാറുന്ന കേസിൽ ആൻഡ് ആയിട്ട് മാറും. ഡിമാർക്കസിലോ തന്നെയാണ് പി ആൻഡ് ക്യൂ ഓർ ആർ എന്ന് മാറും. ഓക്കെ, പി ആൻഡ് ക്യൂ ഓർ ആർ പറഞ്ഞിട്ട് മാറും. സോ ഇത് തന്നെ നമ്മൾ ഇയാളോ സെയിം ആണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് അറേഞ്ച്മെന്റ് നടത്താനായിരുന്നു. സോ ഡി-മോർഗൻസ് ലോസും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ലോജിക്കൽ ക്വാണ്ടിഫയേഴ്സിലേക്ക് പോവാണ്. ലോജിക്കൽ ക്വാണ്ടിഫയേഴ്സും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് നിർത്താൻ പറ്റും. എ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ ഓൾ predicate in a variable x is a sentence p of x involving x that becomes a proposition when we give x a definite value from the set of all values it taken. അതായത് പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിക്കുക കേട്ടോ. പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ അതോടെ പ്രൊപ്പോസിഷൻ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ഇപ്പൊ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് പ്രെഡിക്കേറ്റ്. അതെന്ന് പറയുന്നത് വാരിയബിൾ എക്സ് സെന്റൻസ് പി ഓഫ് എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻവോൾവ് ചെയ്യുന്ന സെന്റൻസിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
P of x എന്ന് പറയുന്ന എക്സിലുള്ള സെന്റൻസ് ആണ്. That becomes a proposition when we give x a definite value from the set of values it can take. Sorry, that becomes a proposition. ഇത് ഈ P of x എക്സിലുള്ള ഒരു സെന്റൻസ് ആയിരിക്കും. എക്സിലുള്ള ഒരു സെന്റൻസ്. ഈ സെന്റൻസ് പ്രൊപ്പോസിഷൻ ആവണമെങ്കിൽ P of x എന്നല്ല, പ്രൊപ്പോസിഷൻ അല്ല. എന്നാൽ ഇത് പ്രൊപ്പോസിഷൻ ആവണമെങ്കിൽ നമ്മൾ എക്സിന് ഒരു ഡെഫിനറ്റ് വാല്യൂ കൊടുക്കണം. എക്സിന് ഒരു ഡെഫിനറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ അത് എന്താവുന്നുള്ളൂ, പ്രൊപ്പോസിഷൻ ആവും. സോ ഇത് ഫംഗ്ഷൻ ആണ് P of x. പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ എന്താണ്, അത് ഫംഗ്ഷൻ ആണ്. The set of values x can take is called universe of discourse. So നമുക്ക് P of x ന് കൊടുക്കാവുന്ന x വാല്യൂസിനെയാണ് നമ്മൾ ഇത് പറയുന്നത്, ആ സെറ്റ് ഓഫ് ഓൾ വാല്യൂസിനെയാണ് നമ്മൾ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. സോ മൊത്തം എക്സിന്റെ കളക്ഷനെയാണ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 5 ഇത് എന്തല്ല, പ്രൊപ്പോസിഷൻ അല്ല. പ്രൊപ്പോസിഷൻ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ആ തന്നിരിക്കുന്ന സെന്റൻസ് ട്രൂ ആയിരിക്കണം, യൂണിവേഴ്സലി ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ അത് യൂണിവേഴ്സലി ഫോൾസ് ആയിരിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ 5, അതിനേക്കാളും വലിയ നമ്പേഴ്സും 5-നെക്കാളും ചെറിയ നമ്പേഴ്സും ഒക്കെ ഉണ്ട്. സോ നമുക്കത് എപ്പോഴും ശരിയാന്ന് പറയാൻ പറ്റില്ല. ഞാൻ എക്സ് ആയി 1 ചൂസ് ചെയ്താൽ ഇത് തെറ്റാന്ന് പറയേണ്ടി വരും. എക്സ് ആയി ഞാൻ 6 യൂസ് ചെയ്താൽ ഇത് ശരിയാണെന്ന് പറയണം. സോ അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ആണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 5 ഒരിക്കലും പ്രൊപ്പോസിഷൻ ആവുന്നില്ല. പക്ഷെ എക്സിന് പർട്ടിക്കുലർ വാല്യൂസ് നമ്മൾ കൊടുത്താൽ അത് പ്രൊപ്പോസിഷൻ ആയിട്ട് എന്താവും, മാറും. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 6, എക്സ് ഈക്വൽ ടു 0 എന്നൊക്കെ കൊടുക്കും അങ്ങനെ കൊടുത്താൽ. അതായത് ഇപ്പൊ P of 6, അതായത് നമുക്കറിയാം P of x എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് ഗ്രേറ്റർ ദാൻ 5. സോ P of 6 എന്താ, 6 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്ന സെന്റൻസ് ആണ്. ദിസ് ഇസ് എ ട്രൂ സെന്റൻസ്. ഇതെന്താണ്, ട്രൂ ആണ്. P of 0 എന്ന് പറയുന്നത് 0 is greater than 5 is a false proposition. So this is false and this is true. Okay, similarly Q of x പറയാണ്, Q of x എന്ന് പറയുന്നത് x has gone to Patna, then replacing x by Taj Mahal gives as the false proposition. അതായത് P of x എന്ന് പറഞ്ഞാൽ x has gone to Patna എന്നുള്ള സെന്റൻസ് ആണ് വിചാരിച്ചു. x ആയി താജ്മഹൽ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുക എന്താ, താജ് മഹൽ ഹാസ് ഗോൺ ടു പട്ന. അത് തെറ്റായ ഒരു പ്രൊപ്പോസിഷൻ ആണ് നമുക്ക് പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ലോജിക്കൽ ക്വാണ്ടിഫയേഴ്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ചില സിമ്പിൾസ് യൂസ് ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. വി യൂസ് ദ സിമ്പിൾ, the symbol is known as there exist. ഇത് നമ്മൾ വായിക്കുന്നത് there exist എന്നാണ് വായിക്കാം ഈ ക്വാണ്ടിഫയറിനെ. അപ്പം there exist എന്നുള്ളതിന് പകരമായി നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്യും. മാത്തമാറ്റിക്കൽ സിമ്പിൾ ഫോർ ക്വാണ്ടിഫയർ ഫോർ ഓൾ ഈസ് ദിസ്. ഫോർ ഓൾ ആണെങ്കിൽ ഈ സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. there exist ആണെങ്കിൽ ഒരു ഈ തിരിച്ചിട്ട പോലെയുള്ള സെന്റൻസ് നമ്മൾ യൂസ് ചെയ്യും. ഫോർ ഓൾ നമ്മൾ തിരിച്ചിട്ട പോലെയുള്ള തലവത്തനെ തിരിച്ച പോലെയുള്ള ഒരു സെന്റൻസ് നമുക്ക് എന്ത് ചെയ്യും, സിമ്പിൾ നമുക്ക് കിട്ടും. സോ there exist ഇതാണ് യൂസ് ചെയ്യുക ആൻഡ് ഫോർ ഓൾ ഇതാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു സെന്റൻസ് ചെയ്താം, സെന്റൻസ് ചെയ്താം. അതിൽ രണ്ടും കൂടെ വരുന്ന തരത്തിലാണ്. ഫോർ എവരി വായിക്കാം. there exist x belongs to n, there exist x belongs to n. എന്താ പറഞ്ഞിരിക്കുന്നത്, ഫോർ എവരി n belongs to n minus set 1. അതായത് n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ഒന്ന് കളഞ്ഞു, ബാക്കിയുള്ള ഏത് n നമ്മൾ സെറ്റ് എടുത്താലും there exist x belongs to n. അവിടെ നാച്ചുറൽ നമ്പറിൽ നമുക്ക് ഒരു എക്സിനെ കാണാൻ പറ്റും. എക്സ് ഈസ് എ പ്രൈം നമ്പർ, കണ്ടീഷൻ ആണ് എക്സ് എ പ്രൈം നമ്പർ. അതുപോലെ n ലെസ് ദാൻ x ലെസ് ദാൻ 2n ആയിരിക്കും. സോ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവിടെ എന്താ, ഫോർ എവരി n മൈനസ് 1 ഒഴികെ ബാക്കിയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമ്മൾ എടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് ഒരു നാച്ചുറൽ നമ്പർ കാണാം. there exist എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നാച്ചുറൽ നമ്പർ കാണാം. ആ നാച്ചുറൽ നമ്പർ എന്താണ്, ഒരു പ്രൈം നമ്പർ ആണ്. അത് എന്നിന്റെയും നമ്മൾ എടുത്ത എന്നിന്റെയും 2n-ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും കിടക്കുന്നത്. സോ അങ്ങനെ അറിയാം. ഓക്കെ, and this is one of the rules for negation that relate for all and there exist. The two rules there all for all there exist. അവരുടെ നെഗേഷൻ ആണ് പറയാൻ പോകുന്നത്. നെഗേഷൻ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു യു പി ഓഫ് എക്സ് എന്നാണെങ്കിൽ നെഗേഷൻ എടുക്കുമ്പോൾ ഫോർ ഓളിന്റെ നെഗേഷൻ there exist ആയിരിക്കും. ബാക്കിയൊക്കെ സെയിം എക്സ് ബിലോങ്സ് ടു പി ഓഫ് എക്സിന്റെ നെഗേഷൻ എടുക്കണം. നെഗേഷൻ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു യു പി ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യാം ഫോർ ഓളിന് പകരം there exist ആണ്, എക്സ് ബിലോങ്സ് ടു യു ആണ് വ്യത്യാസമല്ല. പക്ഷെ പി ഓഫ് എക്സ് ഉണ്ടാവും, നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് എന്തായി മാറും. പി ഓഫ് എക്സിന്റെ നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ആയി മാറും. അതേപോലെ there existന്റെ നെഗേഷൻ ആണ് എടുക്കുന്നത്, അത് ഫോർ ഓൾ ആയിട്ട് മാറും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് മതി. യു ഇസ് സെറ്റ് ഓഫ് വാല്യൂസ് that x can take. അപ്പം യു എന്ന് പറയുന്നത് എക്സിനെ എടുക്കാൻ വേണ്ടി പറ്റുന്ന വാല്യൂസിന്റെ കളക്ഷൻ ആണ്. വാല്യൂസിന്റെ എന്താണ്, കളക്ഷൻ. അടുത്ത എന്താണെന്ന് ഇപ്പോൾ ലാസ്റ്റ് ആണ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് തിങ്. The symbol ഈ ഒരു സിമ്പിൾ എന്തിനാ സ്റ്റാൻഡ് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്. there is one and only one x which is same as there is a unique x or there is exactly one x. അതായത് ഈ ഒരു സിമ്പിൾ ആണ്, ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ there exists and factoriate പോലത്തെ സിമ്പിൾ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ there is one and only one x എന്നാണ് മീൻ ചെയ്യുന്നത്. ഒറ്റ ഒരാളെ ഉള്ളൂ. ഈ സിമ്പിൾ കണ്ടാൽ മനസ്സിലാക്കാൻ നമുക്ക് ഒറ്റ ഒരാളെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് there is one and only one x ആയിരിക്കണം, same as there is a unique x or there is exactly one. So നമുക്ക് പറയാൻ പറ്റും ഒറ്റ ഒന്നേ ഉള്ളൂവെങ്കിൽ there is one and only one എന്നാണെങ്കിൽ നമ്മൾ എന്താ പറയും,
സിമ്പിൾ സിമ്പിൾ കണ്ടോണ്ടിരിക്കുന്ന ഇക്വലന്റ് ആണ് നമുക്ക് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചതാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യാണ് ഡ്രോ ചെയ്യണം. വിത്തൗട്ട് യൂസിങ് പറഞ്ഞുകൊണ്ട് തന്നെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യരുത്. ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. LHSലും മാർക്കസിലും ഉള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അതിന്റെ ട്രൂത്ത് വാല്യൂസ് സെയിം ആണ് കാണിച്ചാൽ മതി. പക്ഷെ ഇവിടെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ P implies negation of R. Okay, negation of Q ഇതാണ്. And P implies negation of R and negation of P or negation of R എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടിട്ട് പറ്റും. സോ എന്റെ ഈ ആറും ഈ negation സിമ്പിൾ P implies Q and P implies negation of R ആണെന്ന് പകരം negation of P or negation of Q and negation of P or negation of R എന്നെഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഒരുമിപ്പിക്കാൻ വേണ്ടിട്ട് സാധിക്കും. ഈ negation of P നെ പുറത്തേക്ക് എടുത്തു. negation of P and എന്ത് ചെയ്യാം, negation of P and negation of P or ഇനി എന്ത് വരണം, negation of Q and negation of R. കണ്ടോ, അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ negation of P or negation of Q and negation of P or negation of Q എന്ന് വരും. സോറി, negation of R എന്ന് വരും. സോ അതിനെങ്ങനെ നമ്മൾ മാറ്റി എഴുതി. ഓക്കെ, negation of P or negation of Q and negation of R എനിക്ക് ഇങ്ങനെ ഇതാ, negation of Q or R എന്ന് പറഞ്ഞിട്ട് എഴുതാം. negation of Q or R എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ഇതൊക്കെ ഈക്വലന്റ് ആണ്. ഇതാണ് ഈക്വലന്റ് ആണ്. ഇതൊക്കെ എന്താണ്, ഈക്വലന്റ് ആണ്. ഇതൊക്കെ ഈക്വലന്റ് ആണ്. ദിസ് ഇസ് ഈക്വലന്റ് ടു വാട്ട്, negation of P or ഞങ്ങൾ എഴുതുകയാണെ negation of Q or R ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ negation കോമൺ ആയിട്ട് ഉള്ളിലേക്ക് എടുത്താൽ negation of P and ഈ ഓർ ടൈം ആൻഡ് ടൈം ആണ് negation പുറത്തേക്ക് എടുത്താൽ ഇവിടെ വരും Q or R എന്ന് വരും. സോ ആൻസർ ആയി negation of P and Q or R എന്ന് കിട്ടി. ക്ലിയർ ആണ്. സോ ഇതും എന്താണെന്ന് കാണിച്ചു കൊടുത്തു, സെയിം ആണ് നമ്മൾ കാണിച്ച്. അടുത്ത ചോദ്യം നോക്കിയോ, റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് if 2 + 2 = 5 then I am assertive as എന്നാണ് കേട്ടോ. ഇവിടെ P യും Q ഐഡന്റിഫൈ ചെയ്യാം. This is P and this is Q. So if P then P A lion, ഇവിടെ I am a lion ആണ് എന്ന് പറയുന്നത്, Q എന്ന് പറയുന്നത്. Then ഇവിടെ P എന്ന് പറയുന്നത് 2 + 2 = 5. Then 2 + 2 = 5. So അത് ഓക്കെ. അത് ഇതേ ഉള്ളൂ കോൺവേഴ്സ് ആണ്. എന്നാൽ കോൺട്രാപോസിറ്റീവ് അങ്ങനെയല്ല. നമ്മൾ വിചാരിച്ച ആളല്ല അത് കോൺട്രാപോസിറ്റീവ്. സോ ഓൾറെഡി ആ പേര് തന്നെ അതിന്റെ ഒരു ഹിന്റ് നമുക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു ഹിന്റ് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോ എന്താണ് കോൺട്രാപോസിറ്റീവ്? negation of Q implies negation of P. അപ്പൊ negation of Q implies negation of P ആണ് കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്ന സാധനം. അപ്പൊ negation of Q എന്ത് വരും? Q എന്ന് പറഞ്ഞാൽ I am a lion എന്നാണ്. സോ negation of Q എന്ത് വരും? if I am not a lion, അല്ലെ, I am not a lion. If I am not a lion, then maybe negation of P. P is 2 + 2 = 5 ആണ്. സോ negation of P എന്ത് വരും? 2 + 2 is not equal to 5. സോ ഇങ്ങനെയാണ് നമ്മളത് എഴുതുന്നത്. റെഡി ആണല്ലോ. സോ നമുക്കറിയാം 2 + 2 = 5ന്റെ എന്ത് നെഗറ്റീവ് ആണ്. സോ 2 + 2 not equal to 5 ഇങ്ങനെയാണ് മാറ്റിയിട്ടുണ്ട്. സോ if P then Q എന്നാണ് സാധനം. കോൺട്രാപോസിറ്റീവ് ആണെങ്കിൽ negation of Q implies negation of P എന്നും കിട്ടും. ഓക്കെ, അടുത്തത് യൂസിങ് ദ ട്രൂത്ത് ടേബിൾ ഷോ ദാറ്റ് ദിസ്. അപ്പം ഓൾറെഡി നമ്മൾ ചെയ്താണ്. P if and only Q is equivalent to P implies Q and PYQ ആയതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇതും PYQ ആണ്, ഇതും PYQ ആണ്, ഇതും PYQ ആണ്. സോ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ ചെയ്തു നോക്കാം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.